കൊച്ചിയിൽ മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ഷാലിമാർ എക്സ്പ്രസ് കടന്നു പോകുന്നതിനിടെയാണ് രണ്ടുപേർ പാളത്തിൽ കിടക്കുന്നത് കണ്ടത്. ഇതോടെ ട്രെയിൻ നിർത്തി ജീവനക്കാർ ഇറങ്ങി രണ്ടുപേരെയും പാളത്തിൽ നിന്നും മാറ്റുകയായിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഭാഗ്യം കൊണ്ടാണ് ഈ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇതെങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഇത് പ്രത്യേകിച്ചും ഈ റെയിൽ പാളത്തിൽ ഈ രണ്ടു പേർ മദ്യപിച്ച് കിടക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത്? ടോമിത് കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഏതാണ്ട് മനസ്സിലാക്കുന്നതനുസരിച്ച് ശനിയാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്കമാലിക്കും ആലുവയ്ക്കും മധ്യേ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഷാലിമാർ എക്സ്പ്രസ് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഡ്രൈവർക്ക് അതിൻ്റെ ഒരു വലിയ വേഗതയിലേക്ക് എത്തുന്നതിന് മുൻപാണ് ലോക്കോ പൈലറ്റിന് ദൂരെ പാളത്തിൽ രണ്ടുപേർ നിൽക്കുന്നതായിട്ട് ബോധ്യപ്പെടുന്നത്. ഈ ഭാഗത്ത് കൂടുതൽ ഈ ആളുകൾ അശ്രദ്ധമായി കടന്നു പോകുന്ന ട്രെസ്പാസേഴ്സ് കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഈ ഭാഗത്തൂടെ പോകുന്നത്. ശ്രദ്ധിച്ച വലിയ വേഗതയില്ലാത്ത രീതിയിലാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് രണ്ടുപേർ ഈ റെയിൽ പാളത്തിന് മധ്യത്തിൽ നിൽക്കുന്നതായിട്ട് ബോധ്യപ്പെടുന്നത്. ഇതിനനുസരിച്ച് ഇത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടതനുസരിച്ച് ട്രെയിൻ അത് ഹോൺ മുഴക്കുകയും ഇവിടെ നിന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരമാവധി അവരുടെ ശ്രമങ്ങൾ തുടരുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഇവർ പാളത്തിൽ നിന്ന് നീങ്ങി പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു. അതിൽ തന്നെ അവർ ഒരു മദ്യപിച്ചിരുന്നതായ അടക്കം ഇവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ആ രീതിയിൽ വേയിച്ചു പോകുന്ന ചുവടുകളോടെ ആണ് അവർ നിന്നിരുന്നതായിട്ട് പറയുന്നത്. തുടർന്ന് ഇവർ കാണുന്നത് ഇവർ രണ്ടുപേരും പാളത്തിൽ അവർ അത് ഒന്ന് അടുക്കെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് പിന്നീട് ഈ പാളത്തിലേക്ക് കിടക്കുന്നതാണ് അവർ കണ്ടത്. തുടർന്ന് ഇവരെ പാളത്തിൽ നിന്ന് മാറില്ല, അവർക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് എമർജൻസി ബ്രേക്കിങ്ങിലേക്ക് പോകുന്നത്. എമർജൻസി ബ്രേക്കിംഗ് കൊടുത്ത ശേഷം ഈ ട്രെയിൻ ഇറങ്ങി മുന്നോട്ട് നീങ്ങുന്നു. ഇവർക്ക് ഏതാണ്ട് ഇവരെ കടന്ന് അല്പം ചെന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ഭാഗം കണ്ട് നിൽക്കുന്നത്. എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് പോലും കൃത്യമായിട്ട് ആ സമയത്ത് അവർക്ക് ഒരു നിശ്ചയമുണ്ടായിരുന്നില്ല. കാരണം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത മുഴുവനായിട്ട് തന്നെ ഉണ്ടായിരുന്നു. രണ്ടു പേരാണ് ട്രാക്കിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ട്രെയിൻ നിർത്തിയ ശേഷം ആലപ്പുഴ സ്വദേശിയായ അൻവർ ഹുസൈൻ എന്ന ലോക്കോ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ ഈ സഹപ്രവർത്തകനോട് താഴെ ഇറങ്ങി നോക്കാനായിട്ട് മറ്റ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് അവർ താഴേക്ക് ഇറങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. താഴേക്ക് ഇറങ്ങി അവർ നോക്കുമ്പോൾ ഈ രണ്ടു പേരും അതിനടിയിൽ തന്നെയുണ്ട്. ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അവരോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നു. അവരതനുസരിച്ച് ഈ അകത്തേക്ക് കയറി അവരെടുക്കേണ്ട ഏത് രീതിയിലാണ് അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ മുറിവേറ്റുണ്ടോ ഒന്നും നിശ്ചയമില്ലായിരുന്നു. പക്ഷെ അവർ പുറത്തേക്ക് വരുന്നത് വളരെ സൂചിപ്പിച്ചതുപോലെ ലോക്കോ പൈലറ്റിന്റെയും മറ്റ് ജീവനക്കാരുടെയും ഇടപെടലാണ് ഈ രണ്ടു പേരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കാരണമായത്. ഭാഗ്യം കൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഡാനി, അറിയേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ രണ്ടുപേരും എന്തിനാണ്, പ്രത്യേകിച്ച് മദ്യലഹരിയിൽ ഇതുപോലെ റോഡിൽ കിടക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വല്ല ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി മറ്റോ ആണോ ആ റെയിൽ പാളത്തിൽ പോയി കിടന്നത്? അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും രണ്ട് മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്ന് ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് പലരും തൊട്ട് മുൻപിൽ ചിന്നിച്ചിതറി കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ അത് പലപ്പോഴും അനുഭവിക്കാറുണ്ട്. പലപ്പോഴും വലിയ ട്രോമയാണ് ലോക്കോ പൈലറ്റുമാർ അനുഭവിക്കുന്നത്. കാരണം തൊട്ട് മുന്നിൽ, കൺമുന്നിൽ മനുഷ്യജീവനുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന അല്ലെങ്കിൽ ചിന്നിച്ചിതറിപ്പോകുന്ന കാഴ്ചകൾ കാണേണ്ട ഒരു ഗതികേട് ലോക്കോ പൈലറ്റുമാർക്കുണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെ തന്നെ ലോക്കോ പൈലറ്റുമാരുടെ ഇടപെടലിലൂടെ നിരവധി ജീവനുകൾ രക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ഈ ട്രെയിൻ ജീവനക്കാർ എന്താണ് വിവരിക്കുന്നത്? ടോം, ഇക്കാര്യത്തിൽ ഇവർ പറയുന്നത് ഇവർക്ക് ഈ ട്രെയിൻ അടിയിൽപ്പെട്ടവർക്ക് കുറെ ഭാഗ്യമുണ്ട്. കാരണം ട്രെയിൻ അതിൻ്റെ ഒരു വലിയ വേഗത കൈവരിക്കുന്നതിന് മുൻപാണ് ഈ ശ്രദ്ധയിലേക്കെല്ലാം ഇവർ പെട്ടത്. കാരണം ട്രെയിനിൻ്റെ അതൊരു യഥാർത്ഥ വേഗതയിൽ മുഴുവൻ സ്പീഡിൽ അത് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ എമർജൻസി ബ്രേക്കിംഗ് ഒന്നും കണ്ടതുകൊണ്ടൊന്നും അവർക്ക് അത് സാധ്യമല്ല. കാരണം അവർക്ക് അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ചില ഇടങ്ങളിലെല്ലാം തന്നെ വേഗത കൂട്ടി പോകുന്നിടത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒട്ടനവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ സംഭവിച്ചത് ട്രെയിൻ വലിയ രീതിയിലേക്കുള്ള വേഗത എത്തുന്നതിന് മുൻപ് ഇവർ കരുതലോടെ പോകുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് പലപ്പോഴും ഇതുപോലെ അശ്രദ്ധമായി പലർ കുറിയെ കടക്കുകയും പാളത്തിലുണ്ടാവുകയും ചെയ്യുന്ന ഒരു ഇടം കൂടിയാണെന്ന് അവർ പറയുന്നു. കാരണം ട്രെയിൻ വലിയൊരു വേഗതയിലല്ല ഈ ഭാഗത്ത് കടന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ റെയിൽവേ പോലീസ് ഇവർക്കെതിരെ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ മദ്യലഹരിയിലാണ്, അതിനകത്ത് പെട്ടുപോയി പെട്ടെന്ന് എഴുന്നേറ്റ് മാറുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് പറയുന്നത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നത് അവർക്ക് കൂടി ബോധ്യമുണ്ട്. കാരണം തികച്ചും അങ്കലാപ്പോടുകൂടിയാണ് അവർ ആ നിമിഷത്തെ കാണുകയും ചെയ്യുന്നത്. പക്ഷേ നടപടികളിലേക്ക് പോയേ തീരൂ. അത് റെയിൽവേ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളടക്കം ഇവർ പുറത്തുവിടുന്നത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ. കാരണം അത് വളരെ പ്രധാനവുമാണ്. ഇതുപോലെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യേണ്ട ഇടങ്ങളല്ല ഈ റെയിൽവേ പാളങ്ങളും മറ്റും. തികച്ചും സുരക്ഷിതമായി യാത്ര ചെയ്യേണ്ട ഒരു ഇടമാണ്. അതിലെ കൂടി ആളുകൾ കയറി പോകുന്നതൊന്നും അനുവദനീയവുമല്ല. നമുക്കറിയാം ആ നിയമങ്ങളെക്കുറിച്ചല്ല. അപ്പോൾ ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നത്, ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് പോലും റെയിൽവേക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ്. റെയിൽവേ അവരുടെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിലേക്ക് ഇങ്ങനെ അശ്രദ്ധമായി ഒരിക്കലും പാളങ്ങളിൽ ചെന്ന് പെടരുത്, എല്ലായ്പ്പോഴും സഹായിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനോ സാധിച്ചുവെന്നും വരില്ല. അപ്പോൾ ഈ രീതിയിലുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക, റെയിൽവേ ട്രാക്കിൽ ഇരുന്നു കൊണ്ട് സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങളൊക്കെ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ, അതുപോലെ ഈ ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ട്രെയിനുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ റെയിൽ പാളത്തിലൂടെ അശ്രദ്ധമായി നടക്കുന്നവർ അപകടത്തിൽപ്പെടുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ഇതൊക്കെ മറ്റ് യാത്രക്കാരുടെ കൂടി അവരുടെ സമയത്തിനൊക്കെ അപകടത്തിന് കാരണമാകുന്നുണ്ട്. അവരുടെയൊക്കെ യാത്രക്കാരുടെയൊക്കെ സമയവും ഓരോരുത്തരുടെയും സമയവും വിലപ്പെട്ടതാണ്. ഇവിടെ ഈ ട്രെയിൻ അവിടെ നിർത്തിയിടുന്നു, പിന്നീട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എത്രയോ അധികം ആളുകളെയാണ് ഈ അശ്രദ്ധ മൂലം, സാധാരണക്കാരായ ജനങ്ങളുടെ അശ്രദ്ധ മൂലം ബുദ്ധിമുട്ടിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ്.